എഴുതിയിട്ടുള്ളത് അലിഫ് ബാ ത. സ്ലൈറ്റിൽ എന്താ എഴുതിയിട്ടുള്ളത്? അലിഫ് ബാ ത അല്ലേ? മാ ഹാദ ഒരു ചോദ്യമാണ് അല്ലേ? മാ എന്താണ്, ഹാദ ഇത്, ഇത് എന്താണ്? ചോദ്യചിഹ്നം കണ്ടില്ലേ? ക്വസ്റ്റ്യൻ മാർക്ക്. എന്താ ഉത്തരം പറയുന്നത്? അറബിയിൽ ചോദിച്ചാൽ അറബിയിൽ തന്നെ ഉത്തരം പറയണം. മാ ഹാദ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയേണ്ടത്? ഹാദ ലൗഹുൻ. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളത്തിൽ ഉത്തരം പറയില്ലേ? എന്താ മലയാളത്തിൽ ഉത്തരം പറയാം? ഇത് സ്ലേറ്റ് ആണ് അല്ലേ? സ്ലേറ്റ് ഇംഗ്ലീഷാണ്. ഇത് സ്ലേറ്റ് ആണ്. നമ്മൾ ലൗഹ എന്ന പലക എന്നാണ് മലയാളത്തിൽ പറയാം. ഓക്കെ, ഇനി ഇതൊരു പേനയുടെ ചിത്രമാണ് അല്ലേ? അപ്പോൾ ഇതിനെ പറ്റി എങ്ങനെ ചോദിക്കുക? ഇത് എന്താണ് എന്നെങ്ങനെ അറബിയിൽ ചോദിക്കുക? മാ ഹാദ. മാ എന്താണ്, ഹാദ ഇത്, ഇത് ഇത് എന്താണ്? ഉത്തരം എന്താ? ഹാദ ഖലമുൻ. ഇനി അറബി മലയാളത്തിൽ ഇത്, ഇത്ത് അല്ലേ? ഇത് എന്താണ്? ഉത്തരം എന്താ? ഇത് പേനയാണ്. അപ്പോൾ അറബിയിൽ ചോദിച്ചാൽ അറബിയിൽ പറയണം, മലയാളത്തിൽ ചോദിച്ചാലോ മലയാളത്തിൽ പറയണം. ഇനി അടുത്ത ചിത്രം പെൻസിലാണ് അല്ലേ? അപ്പോൾ പെൻസിൽ ചൂണ്ടിയിട്ട് പറയണം അല്ലേ? ഇങ്ങനെ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയണത് മാ ഹാദ, ഇത് എന്താകുന്നു, ഇത് എന്താണ് അല്ലേ? ഇത് എന്താണ് എൻ്റെ അർത്ഥമാണിത് അല്ലേ? ഹാദ എന്താ ഉത്തരം? ഉത്തരം ഹാദ ഇത് മിർസമുൻ, ഇത് പെൻസിലാണ്. ഹാദ മിർസമുൻ, ഹാദ മിർസമുൻ ഇത് പെൻസിലാണ്. ഇനി ഇവിടെ കിതാബ് അട്ടിക്ക് വെച്ചിട്ടുണ്ട് അല്ലേ? പുസ്തകങ്ങൾ. അപ്പോൾ മാ ഹാദ ഇത് എന്താണ്? ഹാദ കിതാബുൻ ഇത് പുസ്തകമാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങളുടെ പേരല്ലേ? പിന്നെ താക്കോലിന് നമ്മളെന്താ പഠിച്ചത്? മിഫ്താഹുൻ. അപ്പോൾ മിഫ്താഹ് കൈ പിടിച്ചിട്ട് മാ ഹാദ ചോദിക്കണം. അതേപോലെ വാതിൽ മാ ഹാദയ്ക്കും ബാബുൻ എന്ന് പറയും അല്ലേ? അതുപോലെ ഷുബാക്കുൻ മാ ഹാദ ചോദിക്കുമ്പോൾ ഷുബാക്കുൻ എന്ന് പറയും. അതേപോലെ കസേരക്ക് എന്താ പറയുക? കുർസിയുൻ. അപ്പം മാ ഹാദ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക? ഹാദ കുർസിയുൻ. ഇങ്ങനെ എല്ലാ സാധനത്തിനും നമുക്ക് എന്താ പറ്റും? മാ ഹാദ ഇത് എന്താകുന്നു